So we'll look at laws of pre-stress. We have already seen that the pre-stress which is induced in concrete is subjected to various losses which will cause a reduction in the pre-stress. ഇപ്പോൾ ആദ്യമായിട്ട് പ്രീസ്ട്രെസ് യൂസ് ചെയ്യാൻ മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്തപ്പോൾ അതിൽ റെസിഡ്യുവൽ സ്ട്രെയിൻ വളരെ കുറവായിരുന്നു. അതിന് കാരണം അതിലുണ്ടാകുന്ന ലോസസ് തന്നെയാണ്. സോ ഇൻ ദിസ് ക്ലാസ് വി വിൽ ലുക്ക് അറ്റ് ദ different types of laws of pre-stress. Okay, so if you look at the laws of pre-stress, it is classified into two categories. Some of the losses occur immediately, whereas other losses occur after some time. So these are called the time dependent. So it is classified into two categories: immediate losses and time dependent losses. Immediate losses include elastic shortening, friction, anchorage slip. Time dependent losses include creep, stress relaxation, and shrinkage. So immediate losses means they occur during the pre-stressing of tendons and transfer of pre-stress to the concrete member. ആദ്യമേ തന്നെ ഉണ്ടാകുന്ന ആ ലോസസ് ആണ് ഇമ്മീഡിയറ്റ് ലോസസ്. ടൈം ഡിപ്പെൻഡൻറ്റ് ലോസസ് എന്ന് പറയുന്നത് ദേ ഒക്കർ ഡ്യൂറിങ് ദ സർവീസ് ലൈഫ്. ലോഡിങ് സബ്ജക്റ്റ് ചെയ്തതിന് ശേഷം സർവീസ് ലൈഫ്, ഡ്യൂറിങ് ദ സർവീസ് ലൈഫ് ഉണ്ടാകുന്ന ലോസസ് ആണ് ഈ ടൈം ഡിപ്പെൻഡൻറ്റ് ലോസസ്, ലൈക്ക് ക്രീപ്പ്, സ്ട്രെസ് റിലാക്സേഷൻ ആൻഡ് ഷ്രിങ്കേജ്. So let's look at each of the losses. First, let's consider the loss due to elastic shortening. So we have seen that there are two types of process by which you can induce pre-stress in members. അതായത് പ്രീ ടെൻഷനിങ് ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ് ഉണ്ട്. പ്രീ ടെൻഷനിങ്ങിലാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റീൽ ടെൻഷൻ കൊടുക്കുന്നുണ്ട് ആൻഡ് ദ സ്ട്രെസ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം സ്റ്റീൽ ടു കോൺക്രീറ്റ് ത്രൂ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പ്രീ ടെൻഷൻ്റെ മെമ്പേഴ്സിലാണ് ഈ എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാകുന്നത് കൂടുതലായിട്ടും. പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിലും ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ചില കേസിൽ മാത്രമേ പോസ്റ്റ് ടെൻഷനിങ്ങിൽ എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവാറുള്ളൂ. പ്രീ ടെൻഷൻ മെമ്പേഴ്സിൽ എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവുന്നത് ഈ when the stress is transferred to concrete. Okay, then the concrete undergoes immediate shortening due to the pre-stress. ഇപ്പോൾ ഈ ഷോർട്ടനിങ് ഉണ്ടാവുമ്പോൾ ടെൻഡൻ ഓൾസോ ഷോർട്ടൻസ് ബൈ ദ സെയിം എമൗണ്ട് വിച്ച് ലീഡ്സ് ടു ലോസ് ഓഫ് പ്രീ സ്ട്രെസ്. അല്ല, ഇപ്പോൾ നമ്മൾ പ്രീ സ്ട്രെസ് കൊടുക്കുന്നു, സ്റ്റീലിന് പ്രീ സ്ട്രെസ് കൊടുക്കുന്നു, ഈ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്കും കോൺക്രീറ്റ് ഷോർട്ടൻ ചെയ്യും. ഓക്കെ, ഒരു പ്രീ കംപ്രഷൻ ഉണ്ടാവും. കോൺക്രീറ്റ് ഷോർട്ടൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ടെൻഡനും ഷോർട്ടൻ ആവുന്നുണ്ട്. ദാറ്റ് ലീഡ്സ് ടു ലോസ് ഓഫ് പ്രീ സ്ട്രെസ്. ഇനി പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിലാണെങ്കിൽ ഒരു ടെൻഡൻ മാത്രം ഉണ്ടെങ്കിൽ അവിടെ ഈ എലാസ്റ്റിക് ഷോർട്ടനിങ് കാരണം ലോസ് ഉണ്ടാവുന്നില്ല. ബട്ട് നമ്മളിപ്പോൾ ഒരു ടെൻഡൻ ടെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ടെൻഡൻ, അതായത് ഒന്നിൽ കൂടുതൽ ടെൻഡൻസ് ഉണ്ടെങ്കിൽ അതും ഓരോന്നും സക്സസ്ഫുള്ളി ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം ടെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ ലോസ് ഉണ്ടാവും. ഓക്കെ, ആദ്യത്തെ ടെൻഡനിൽ ഒരു ലോസ് ഉണ്ടാവും ഡ്യൂറിങ് ദ സബ്സിക്വൻറ്റ് സ്ട്രെച്ചിങ് ഓഫ് ദ അതർ ടെൻഡൻസ്. ഓക്കെ, അപ്പോൾ മെയിൻലി ഈ ലോസ് ഡ്യൂ ടു എലാസ്റ്റിക് ഷോർട്ടനിങ് എന്ന് പറയുന്നത് പ്രീ ടെൻഷൻ്റെ മെമ്പേഴ്സിലാണ് ഉണ്ടാകുന്നത്. പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിൽ സക്സസീവ്ലി ടെൻഷൻ ചെയ്യുന്ന ടെൻഡൻസ് ഉണ്ടെങ്കിൽ അതിലും ലോസ് ഡ്യൂ ടു എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവാറുണ്ട്. We will try to find out the expression for loss of pre-stress by elastic shortening of the tendons. Okay, അപ്പോൾ ഈ എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവുന്നത് is due to change in the strain in tendon. Okay, അപ്പോൾ change in the tendon is assumed to be equal to, change in strain in the tendon is assumed to be equal to strain in concrete at the level of tendon due to pre-stressing force. Okay, അപ്പോൾ ടെൻഡനിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണമാണ് നമുക്ക് ഈ ലോസ് ഓഫ് പ്രീ-സ്ട്രെസ് ഉണ്ടാകുന്നത്, എലാസ്റ്റിക് ഷോർട്ടനിങ്. So this is assumed to be equal to strain in concrete at the level of tendon. So this is equal to Fc by EC. Okay, that is stress in concrete by modulus of elasticity of concrete.
Okay, stress in concrete by modulus of elasticity of concrete. Change in strain in tendon is equal to strain in concrete at the level of tendon. ഇനി ചേഞ്ച് ഇൻ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ സ്ട്രെയിൻ മൾട്ടിപ്ലൈഡ് ബൈ മോഡുലസ് ഓഫ് വെലാസിറ്റി, ദാറ്റ് ഇസ് എഫ് സി ബൈ ഇ സി ഇൻറ്റു ഇ എസ്. അപ്പോൾ ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യുമ്പോൾ എഫ് സി ഇൻറ്റു ഇ എസ് ബൈ ഇ സി എന്ന് എഴുതാം. ഓക്കെ, സോ ഇ എസ് ബൈ ഇ സി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മോഡുലസ് ഓഫ് മോഡുലാർ റേഷ്യോ എം, റേഷ്യോ ഓഫ് എലാസ്റ്റിക് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു എലാസ്റ്റിക് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്. Right, so this is nothing but m into fc. Okay, so loss of pre-stress due to elastic shortening equal to m into fc. ഓർത്തിരിക്കുക, loss of pre-stress due to elastic shortening equal to m into fc. അപ്പോൾ ലോസ് ഓഫ് പ്രീസ്ട്രെസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, സോ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു എലാസ്റ്റിക് ഷോർട്ടനിങ് ഇസ് എം ഇൻറ്റു എഫ് സി. മോഡുലാർ റേഷ്യോയും സ്ട്രെസ് ഇൻ കോൺക്രീറ്റും അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ലോസ് ഓഫ് പ്രീസ്ട്രെസ് കണ്ടുപിടിക്കാം. Then next loss is due to creep of concrete. Okay, so നമ്മൾ എലാസ്റ്റിക് ഷോർട്ടനിങ് നോക്കി. അടുത്തത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ഇനി ഈ ലോസസിനെ കുറിച്ചൊക്കെ നമുക്ക് IS 1343 1980 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ IS 1343 2012 ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന IS 1343 1980. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന അനുസരിച്ച് IS 1343 1980 പഴയ കോഡ് അനുസരിച്ചുള്ളതാണ് ഇപ്പോഴും ചെയ്യുന്നത്, ലോസ് ഓഫ് പ്രീസ്ട്രെസ്. കാരണം അതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, IS 1343 2012 വേറെ ഫോമുലകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതെല്ലാം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ലോസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറഞ്ഞാൽ, ക്രീപ്പ് നമുക്കറിയാമല്ലോ, ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷനാണ് ക്രീപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റിലുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് സീൻ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ക്രീപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഐ എം ഗോയിങ് ടു സ്കിപ്പ് ദിസ്, യു കെൻ റീഡ് ത്രൂ ദിസ്. ഓക്കെ, ഇനി ആസ് പെർ IS 1343 1980 the ultimate creep strain may be calculated from the creep coefficient which depends on the age of loading. ഓക്കെ, അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രീപ്പ് സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നത്. ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ എലാസ്റ്റിക് സ്ട്രെയിൻ. Okay, that is epsilon cc by epsilon e, or creep strain is equal to 5 into epsilon elastic. Okay, 5 into epsilon elastic. Loss of stress in steel equal to 5 into epsilon times es. ഇത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിന് നമ്മൾ എലാസ്റ്റിക് മോഡൽസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോസ് ഓഫ് സ്ട്രെസ് കിട്ടും. ഓക്കെ, ലോസ് ഓഫ് സ്ട്രെസ് യു വിൽ ഗെറ്റ്. So loss of stress is 5 epsilon into ES. ഇനി 5 എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. ഓക്കെ, സോ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നത്തിങ് ബട്ട് FC by EC. ഓക്കെ, FC by EC. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് 5 into FC by EC into ES. വൺസ് അഗെയിൻ ES by EC എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ M ആണ്, റൈറ്റ്? 5 into M into FC. So loss of pre-stress due to creep is 5 into M into FC. നേരത്തെ നമ്മൾ എലാസ്റ്റിക് ഷോർട്ടനിങ് കാരണമുള്ള ലോസ് നോക്കി, ദറ്റ് ഇസ് M into FC. Here it is loss of stress due to creep. This is 5 into M into FC. Okay. Next is loss of stress due to shrinkage of concrete. Okay, so we will also look at the provisions in the code. IS 1343 1980 പ്രൊവിഷൻസ് കൂടെ നമുക്ക് നോക്കാം ലോസ് ഓഫ് പ്രീസ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ജനറലി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഡീറ്റെയിൽസ് ആർ നോട്ട് ഗിവൺ, യു ക്യാൻ റെഫർ ദിസ്. നിങ്ങളുടെ കയ്യിലുണ്ടാവും IS 1343 1980. ഓക്കെ, ഇപ്പോൾ IS 1343 1980 യു ക്യാൻ സീ ഹിയർ ലോസ് ഓഫ് പ്രീസ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട്.
വേണ്ട ഷ്രിങ്കേജ് പേജ് 16 ഷ്രിങ്കേജ് കൊടുത്തിട്ടുണ്ട്. പേജ് 70 ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്പെരിമെന്റൽ ഡേറ്റ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ക്രീപ്പ് സ്ട്രെയിൻ. ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂ ഇതിൽ തന്നിട്ടുണ്ട്, കോഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻ 5 ആണ്. നമ്മളിപ്പോൾ നോക്കിയ ടേബിളിൽ 5 ആണ് ക്രീപ്പ് കോഎഫിഷ്യൻ. സോ ക്രീപ്പ് കോഎഫിഷ്യൻ ഇസ് ഗിവൺ ഹിയർ. യു ക്യാൻ യൂസ് ദിസ് ക്രീപ്പ് കോഎഫിഷ്യൻ ഇൻ ദ പ്രോബ്ലം. സാധാരണ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ തരും ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂ. In case it's not given, depending on the age of loading, you can take it from the code. Okay, page 17 creep ആണെങ്കിൽ. Shrinkage ആണെങ്കിൽ page 16 ഉണ്ട്. Okay, so next we are looking at shrinkage. ഇപ്പോൾ IS 1343 1980 അനുസരിച്ച് shrinkage കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ആബ്സെൻസ് ഓഫ് ടെസ്റ്റ് ഡേറ്റ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. പ്രീ ടെൻഷനിങ്ങിനാണെങ്കിൽ 0.0003 എന്നുള്ള വാല്യൂ ആണ് shrinkage സ്ട്രെയിൻ ആയിട്ട് എടുക്കുന്നത്. പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ 0.0002 ഡിവൈഡഡ് ബൈ log to the base 10 t plus 2. T എന്ന് പറയുന്നത് ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ട്രാൻസ്ഫർ ഇൻ ഡേയ്സ്. ഓക്കെ, സ്ട്രെസ് ട്രാൻസ്ഫർ ടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏജ് ഓഫ് കോൺക്രീറ്റ് ആണ് ടി എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ഇൻ ദ PDF which I have written. ഇപ്പോൾ ഷ്രിങ്കേജ് നമുക്കറിയാമല്ലോ, കൺട്രാക്ഷൻ ഡ്യൂ ടു ഡ്രൈയിങ്, അതേപോലെ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ. ഇപ്പോൾ ആസ് പെർ IS 1343 ഷ്രിങ്കേജ് സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. പോസ്റ്റ് ടെൻഷനിങ്ങിനാണെങ്കിൽ 200 × 10⁻6. ഈ 0.0002 എന്ന് പറയുന്നത് 200 × 10⁻6 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. ബൈ log t plus 2 to the base 10. പോസ്റ്റ് ടെൻഷനിങ്ങിനാണെങ്കിൽ 300 × 10⁻6 എപ്സിലോൺ CS. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് സ്ട്രെസ് അത് സ്ട്രെയിൻ ആണ്. ഇപ്പോൾ ലോസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിനെ നമ്മൾ ഷ്രിങ്കേജ് സ്ട്രെയിനിന് മോഡുലസ് ഓഫ് എലാസിറ്റി ഓഫ് സ്റ്റീൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എപ്സിലോൺ CS × ES. Okay, epsilon CS into ES ആണ് loss of stress due to shrinkage. Then next is another time dependent losses, loss due to relaxation of stress in steel. So relaxation of stress എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ റിലാക്സേഷൻ എല്ലാ മെറ്റൽസിനും ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വിത്ത് ടൈം there will be a decrease in stress and a constant strain. ഇതിനാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ കാരണം ടെൻഡൻസിലുള്ള പ്രീ സ്ട്രെസ് കുറയും. ഓക്കെ, അത് ഇറ്റ്സ് എ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ടൈപ്പ് ഓഫ് സ്റ്റീൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിലാണെങ്കിൽ പേജ് 32 ടേബിൾ 4 they have given some information. പേജ് 32 ജനറലി ഇത് പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ഹിയർ പേജ് 32 ടേബിൾ 4 കൊടുത്തിട്ടുണ്ട്. ലോസസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഈ ക്ലോസ് 18 ഓക്കെ, യു ക്യാൻ റീഡ് ദാറ്റ്. റിലാക്സേഷൻ എന്ന് പറയുന്നത് റിലാക്സേഷൻ ലോസ് പെർസെൻറ്റേജ് ഓഫ് ഇനിഷ്യൽ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് റിലാക്സേഷൻ ലോസ് തന്നിട്ടുണ്ട്. ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പറയേണ്ട ഈ റിലാക്സേഷൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് പെർസെൻറ്റേജ് ഓഫ് ഇനിഷ്യൽ സ്ട്രെസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരും. ഇനി ഇമീഡിയറ്റ് ലോസ് ഉണ്ടാകുന്നത് നമ്മൾ എലാസ്റ്റിക് ഷോർട്ടനിങ് നോക്കി. അതേപോലെ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്താണ്? ഇത് നമ്മുടെ പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിൽ വരുന്നതാണ് ഈ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രിക്ഷൻ ഇസ് ജനറേറ്റഡ് അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് concrete and steel during stretching of a curved tendon in a post-tension member leads to drop in pre-stress along the member from the stretching end. Okay, അപ്പോൾ ഫ്രിക്ഷൻ കോൺക്രീറ്റും സ്റ്റീലിൻ്റെയും കാരണമുള്ള ഒരു ഫ്രിക്ഷൻ നമുക്കറിയാം. പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിൽ ഹാർഡൻ ചെയ്തതിന് ശേഷമാണ് സ്ട്രെസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സർഫസസ് ഉണ്ട്, കോൺക്രീറ്റും ഉണ്ട് സ്റ്റീലും ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫ്രിക്ഷൻ ഉണ്ടാവും ഈ രണ്ട് സർഫസസും തമ്മിൽ. ആ ഫ്രിക്ഷൻ കാരണം പ്രീ സ്ട്രെസ്സിൻ്റെ ലോസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്രീ ടെൻഷൻ മെമ്പേഴ്സിൽ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ടാവില്ല, കാരണം അവിടെ ടെൻഷൻ ചെയ്യുന്നത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ വേറെ ഒരെണ്ണം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ദിസ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ
coefficient of friction between the contact materials, stress in the tendon and total change in the angle. Next is loss due to curvature. Okay, അപ്പോൾ നമ്മുടെ കേബിളിൻ്റെ കർവേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് there is a loss of pre-stress occurring. So if P1 is a force at one end and P2 is a force at the other end of the cable, then P2 equal to P1 into e power minus mu alpha. Loss due to curvature എന്ന് പറയുന്നത് P1 minus P2. അതേപോലെ loss due to wobble effect ഉണ്ട്. This is due to the cable touching the duct or surrounding concrete due to deviation of the duct from its intended depth. Wobble effect is given by P2 equal to P1 into e power minus kh. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോഡിൽ കാണിച്ചിട്ടുണ്ട്. See here. കണ്ടോ, ലോസ് ഓഫ് pre-stress ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് ഒരു ടേം ആയിട്ട് എഴുതിയിരിക്കുന്നത്. പി എക്സ് ഈക്വൽ ടു P0 ഇൻറ്റു ഇ പവർ മൈനസ് മ്യൂ ആൽഫ പ്ലസ് കെ എക്സ്. കമ്മിങ് ടു ദാറ്റ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കിങ്ങനെ ഒരു കർവേച്ചർ എഫക്റ്റും വോബിൾ എഫക്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് പി എക്സ് ഈക്വൽ ടു P0 ഇൻറ്റു ഇ പവർ മൈനസ് മ്യൂ ആൽഫ പ്ലസ് കെ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു കർവേച്ചറും ലോസ് ഡ്യൂ ടു വോബിൾ എഫക്റ്റും കാരണമാണ്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണിത് പി എക്സ് ഈക്വൽ ടു P0 ഇൻറ്റു ഇ പവർ മൈനസ് മ്യൂ ആൽഫ പ്ലസ് കെ എക്സ്. പി എക്സ് എന്ന് പറയുന്നത് പ്രീസ്ട്രെസിങ് ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ടെൻഷനിങ് എൻഡ്. P0 എന്ന് പറയുന്നത് പ്രീസ്ട്രെസിങ് ഫോഴ്സ് അറ്റ് ദ ടെൻഷനിങ് എൻഡ്. ഇപ്പോൾ സ്മോൾ വാല്യൂസ് നമുക്ക് ഇങ്ങനെ എഴുതാം. പി എക്സ് ഈക്വൽ ടു P0 ഇൻറ്റു 1 മൈനസ് മ്യൂ ആൽഫ മൈനസ് കെ ഇൻറ്റു എക്സ്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആംഗിൾ ആൻഡ് റേഡിയൻസ് ത്രൂ വിച്ച് ദ ടാൻജൻറ്റ് ടു ദ കേബിൾ പ്രൊഫൈൽ ഹാസ് ടേൺ ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് അണ്ടർ കൺസിഡറേഷൻ. കെ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേവ് എഫക്റ്റ് വേരിയിങ് ഫ്രം 15 into 10 power minus 4 to 50 into 10 power minus 4 per degree per meter. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേക്കൺ as 0.55 for steel moving on smooth curve, 0.3 for steel moving fixed to the duct and 0.25 for steel moving on lead. ഇതൊക്കെ കോഡിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ആണ്. യു ക്യാൻ സീ ഹിയർ ഈ പേജ് 34-ൽ ദിസ് ആൽഫ മ്യൂ കെ എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലോസ് ഓഫ് പ്രീസ്ട്രെസ് നിങ്ങൾക്ക് ഈ കോഡിൽ തന്നെ ഉണ്ട് എല്ലാം. What are the losses of pre-stress which is occurring? So this is the loss due to friction. Okay, so these are the losses occurring. ഇനി ഒരു ലോസും കൂടെ ഉണ്ട്, ഇമ്മീഡിയറ്റ് ലോസസ് എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു സ്ലിപ്പ് ഓഫ് ആങ്കറേജ്. അതും പോസ്റ്റ് ടെൻഷനിലെ മെമ്പേഴ്സിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ലോസ് ആണ്. ഇനി മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ലോസ് ക്യാൻ ബി റെഡ്യൂസ് ബൈ പാസിംഗ് കേബിൾസ് ത്രൂ മെറ്റൽ ട്യൂബ്സ് അറ്റ് ബെൻഡ്സ്, making the bends through as small an angle as possible. ഓക്കെ, ഒരുപാട് ആംഗിൾ ബെൻഡ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫ്രിക്ഷൻ ലോസ് കൂടുതലാകും. Then making the radius of curvature of the bends as large as possible, avoiding double curvature, supporting the cables at closer intervals, using lubricants for unbonded concrete, pre-stressing the wire from both ends and over-tensioning the wire. Okay, so these are the methods for reducing the friction loss. ഇനി ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ് ഇമ്മീഡിയറ്റ് ലോസ് ഒരെണ്ണം കൂടെ ഉണ്ട്. ദറ്റ് ഇസ് ലോസ് ഡ്യൂ ടു ഡിഫോർമേഷൻ ആൻഡ് സ്ലിപ്പ് ഓഫ് ആങ്കറേജ്. ഇപ്പോൾ ആങ്കറേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെൻഷനിൽ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളൊരു ടൈപ്പ് ഓഫ് ഇത് പഠിച്ചത് ഫ്രിക്ഷൻ വെഡ്ജസ് ആണ്. അപ്പോൾ വെഡ്ജ് സ്ലിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ലോസാണ് സ്ലിപ്പ് ഓഫ് ആങ്കറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സീറ്റ് ആവാനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് സ്ലിപ്പ് ചെയ്തതിന് ശേഷമാണ് അത് പ്രോപ്പർലി സീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സ്ലിപ്പ് ഓഫ് ആങ്കറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദ ആങ്കറേജ് ബ്ലോക്ക് ഓൾസോ മൂവ്സ് ബിഫോർ ഇറ്റ് സെറ്റിൽ ഡൗൺസ് ഓൺ ദ കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് ഓഫ് പ്രീസ്ട്രെസിന് കാരണം അവിടെ ഒരു സബ്സിക്വൻറ്റ് റിഡക്ഷൻ ഇൻ ലെങ്ത് ഓഫ് ദ ടെൻഡൻ ഇസ് ഒക്കറിങ്. ഓക്കെ, സോ ടോട്ടൽ ആങ്കറേജ് സ്ലിപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ആങ്കറേജ് സിസ്റ്റം. ഇപ്പോൾ ഡെൽറ്റ ആണ് സ്ലിപ്പ് ഉണ്ടാകുന്നത്. എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ കേബിൾ, എ ഇസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ടെൻഡൻ ആൻഡ് ഇ ഇസ് മോഡുലസ് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം ഡെൽറ്റ ഈക്വൽ ടു PL/AE. നിങ്ങൾ മെക്കാനിക്സ് സോളിഡ്സിൽ പഠിച്ച് ഒരു ഇക്വേഷനാണ് ഡെൽറ്റ ഈക്വൽ ടു PL/AE. അപ്പോൾ അതിനെ നമ്മൾ റീഫ്രേസ് ചെയ്ത് ലോസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ES ഇൻറ്റു ഡെൽറ്റ ബൈ എൽ.
ഓക്കെ, ഇ എസ് ഇൻറ്റു ഡെൽറ്റ ബൈ എൽ. പി ബൈ എ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് അല്ലേ. സോ ദിസ് വിൽ ബിക്കം ഇ എസ് ഇൻറ്റു ഡെൽറ്റ ബൈ എൽ. ഡെൽറ്റ ആണ് സ്ലിപ്പ് ഉണ്ടാകുന്നത്, എൽ ഇസ് ലെങ്ത് ഓഫ് ദി കേബിൾ, ഇ എസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് സ്റ്റീൽ. ഓക്കെ, സോ വി ഹാവ് ലുക്ക്ഡ് അറ്റ് ഡിഫറെൻറ്റ് ലോസസ് വിച്ച് ആർ ഒക്കറിങ് ഇൻ പ്രീസ്ട്രെസ്ഡ് മെമ്പേഴ്സ്. അപ്പോൾ അതിൽ ചില ലോസസ് ഇമ്മീഡിയറ്റ് ആണ്, ചില ലോസസ് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് ലോസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഇസ് എൻ ഇമ്മീഡിയറ്റ് ലോസ്. ഓക്കെ, ദെൻ യു ഹാവ് ലോസ് ഡ്യൂ ടു എൻഡ് ആങ്കറേജ്, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇതൊക്കെ ഇമ്മീഡിയറ്റ് ലോസസ് ആണ്. ടൈം ഡിപ്പെൻഡൻറ്റ് ലോസസ് എന്ന് പറയുന്നത് ക്രീപ്പ്, ഷ്രിങ്കേജ്, സ്ട്രെസ് റിലാക്സേഷൻ, ഇതൊക്കെയാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ലോസസ്. ഇനി പ്രീ ടെൻഷൻ മെമ്പേഴ്സിൽ ഉണ്ടാകുന്ന ലോസസും പോസ്റ്റ് ടെൻഷൻ മെമ്പറിൽ ഉണ്ടാകുന്ന ലോസസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പ്രീ ടെൻഷൻ മെമ്പേഴ്സിൽ ഉണ്ടാകുന്ന ലോസസ് ഏതൊക്കെയാണ്? ലോസ് ഡ്യൂ ടു എലാസ്റ്റിക് ഷോർട്ടനിങ്. ഓക്കെ, ലോസ് ഡ്യൂ ടു എലാസ്റ്റിക് ഷോർട്ടനിങ് പ്രീ ടെൻഷൻ മെമ്പേഴ്സിന് എന്തായാലും ഉണ്ടാവാറുണ്ട്. പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിന് സക്സസീവ്ലി ടെൻഷൻ, അതായത് മോർ ദാൻ വൺ ടെൻഡൻ ഉണ്ട്, അതിനെ സക്സസീവ്ലി ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എലാസ്റ്റിക് ഷോർട്ടനിങ്ങിന് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ടെൻഡൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ ടെൻഡൻസും ഒന്നിച്ച് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ക്രീപ്പും ഷ്രിങ്കേജും സ്ട്രെസ് റിലാക്സേഷനും രണ്ട് മെമ്പേഴ്സിലും ഒരേപോലെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിലുള്ള ലോസസ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവുന്നത് സക്സസീവ് ടെൻഷനിങ് ഓഫ് ദ ടെൻഡൻസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ക്രീപ്പ്, ഷ്രിങ്കേജ് അവിടെ ഉണ്ടാകും, സ്ട്രെസ് റിലാക്സേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന ലോസസ് എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പുമാണ്. ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പും പ്രീ ടെൻഷൻ മെമ്പേഴ്സിൽ ഉണ്ടാവാറില്ല. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തൊരു എക്സാമ്പിൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി ക്യാൻ ക്വിക്ക്ലി ഗോ ത്രൂ ദ എക്സാമ്പിൾ ഓൾസോ. A pre-stressed concrete beam of size 200 mm by 300 mm is pre-stressed with wires of area 320 mm square located at constant eccentricity 50 mm and carrying an initial stress of 1000 Newton per mm square. Calculate the percentage loss of pre-stress if beam is pre-tension, beam is post-tension. ഇപ്പോൾ രണ്ട് കേസിന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പ്രീ ടെൻഷൻ ബീം ആണെങ്കിലും പോസ്റ്റ് ടെൻഷൻ ബീം ആണെങ്കിലും നമുക്കിവിടെ ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ഈ ലോസ് ഓഫ് പ്രീസ്ട്രെസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരും ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യരുത്, കാരണം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണിത്. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്ന ഡേറ്റയാണ്. മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, എലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ട്, റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ സ്ട്രെസ് കണ്ടോ, ഇറ്റ്സ് ഗിവൺ as 5% ഓഫ് ഇനിഷ്യൽ സ്ട്രെസ്, ഇതും തന്നിട്ടുണ്ട്. ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 300 × 10⁻⁶ ഫോർ പ്രീ ടെൻഷനിങ്, 200 × 10⁻⁶ ഫോർ പോസ്റ്റ് ടെൻഷനിങ്. ലെങ്ത് ഓഫ് ദ ടെൻഡൻ എന്ന് പറയുന്നത് 10 മീറ്റേഴ്സ്, ക്രീപ്പ് കോഎഫിഷ്യൻ 1.6, സ്ലിപ്പ് അറ്റ് ആങ്കറേജ് 1 mm പോസ്റ്റ് ടെൻഷൻ മെമ്പറിന്, ഫ്രിക്ഷൻ കോഎഫിഷ്യൻ ഫോർ വേവ് എഫക്റ്റ് അതായത് മ്യൂ 0.0015 per meter. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കോഡിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഇനിഷ്യൽ സ്ട്രെസ് FC കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഗിവൺ ഇൻ ദ പ്രോബ്ലം 200 mm by 300 mm സൈസാണ്. ടെൻഡൻ ഇസ് ലൊക്കേറ്റഡ് അറ്റ് an eccentricity 50 mm. ഓക്കെ, പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നിട്ടുണ്ട് 320 kN. അപ്പോൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് പ്രീസ്ട്രെസ്സിങ് സ്റ്റീൽ കണ്ടുപിടിച്ചൂടെ, അതാണ് FC എന്ന് പറയുന്നത് അല്ലേ. സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് പ്രീസ്ട്രെസ്സിങ് സ്റ്റീൽ എന്താണ്, ഇവിടെ ഈ പോയിന്റിലുള്ള നമ്മുടെ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ P/A പ്ലസ് PEY/I. ഓക്കെ, നമ്മുടെ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ എസെൻട്രിസിറ്റി കാരണം ഇതിൽ ഹോഗിങ് മൊമെൻ്റ് ആണ് ഉണ്ടാകുന്നത്. ഹോഗിങ് മൊമെൻ്റ് കാരണം ടോപ്പിൽ ടെൻഷനും ബോട്ടത്തിൽ കംപ്രഷനും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ടെൻഡൻ്റെ പോർഷനാണ്. ടെൻഡൻ ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബോട്ടം. സോ ഹിയർ FC = P/A പ്ലസ് PEY/I. വൈൻ്റെ വാല്യൂ എത്രയാണ്? Y എന്ന് പറയുന്നത് ഈ എസെൻട്രിസിറ്റി തന്നെയാണ് അല്ലേ. Y = എസെൻട്രിസിറ്റി ബിക്കോസ് വി ആർ ഫൈൻഡിങ് ഔട്ട് ദി സ്ട്രെസ് അറ്റ് ദ
level of pre-stressing steel. Okay, P by A plus PE Y by I. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്ന് പറയുന്നത് E തന്നെയാണ്. Get that as 7.11 Newton per mm square. ഓക്കെ, സിമ്പിളാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനൊരു ടേബിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, കാരണം ഇവിടെ രണ്ടും ചോദിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു ടേബിളായിട്ട് ചെയ്തിരിക്കുന്നത്. പ്രീ ടെൻഷൻ സിസ്റ്റം, പോസ്റ്റ് ടെൻഷൻ സിസ്റ്റം. അപ്പോൾ ഓരോ ലോസസും ലിസ്റ്റ് ചെയ്ത് അതിലേതാണുള്ള ആപ്ലിക്കബിൾ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീ ടെൻഷൻ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എഫ് സി. എം എന്ന് പറയുന്നത് എന്താ? മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഇ എസും ഇ സിയും തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് എന്ന് പറയുന്നത് എം ഇൻറ്റു എഫ് സി ആണ്. എഫ് സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോസ്റ്റ് ടെൻഷൻ സിസ്റ്റം ഇതിലാണെങ്കിൽ നമുക്കിവിടെ ഈ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെൻഷൻ സിസ്റ്റം മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് നിങ്ങൾ എഴുതണ്ട. ഇനി ലോസ് ഡ്യൂ ടു ക്രീപ്പ് ആണെങ്കിലോ? ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 = 1.6. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഇസ് M5FC. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതിൻ്റെ വാല്യൂസ്. ഇപ്പോൾ രണ്ടും സെയിം ആണ്. പോസ്റ്റ് ടെൻഷൻ്റെ ആയാലും പ്രീ ടെൻഷൻ്റെ ആയാലും ലോസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത് M × 5 × FC. ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറയുന്നത് εcs × ES. ഓക്കെ, അപ്പോൾ εcsൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ കോഡിൽ കണ്ടല്ലോ, 300 × 10⁻⁻6 എടുക്കാം, അല്ലെങ്കിൽ 200 × 10⁻⁻6 ബൈ log 10⁻⁻ T+2. അതായത് പ്രീ ടെൻഷൻ ആണോ പോസ്റ്റ് ടെൻഷൻ ആണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇവിടെ രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം കോഡിൽ നിന്നുള്ള വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, ആ വാല്യൂ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക εcs × ES. ഓക്കെ, അപ്പോൾ ഇവിടെ 63 കിട്ടും, ഇവിടെയാണെങ്കിൽ 42. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 5% ഓഫ് ഇനിഷ്യൽ സ്ട്രെസ് ആണ്. യു ക്യാൻ കാൽക്കുലേറ്റ് ദാറ്റ് 5/100 × 1000. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ പ്രീ ടെൻഷൻ സിസ്റ്റത്തിനില്ല. ഓക്കെ, പോസ്റ്റ് ടെൻഷനാണെങ്കിൽ P0 × μα + K × x. കർവേച്ചർ എഫക്റ്റ് ഇവിടെ 0 ആണ്, കർവേച്ചർ ഇല്ല, സ്ട്രെയിറ്റ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണെങ്കിൽ 1000 × K × x. K എന്ന് പറയുന്നത് 0.0015, x എന്ന് പറയുന്നത് 10 meters. ലോസ് ഡ്യൂ ടു സ്ലിപ്പ് ഇൻ ആങ്കറേജ് പ്രീ ടെൻഷനില്ല. പോസ്റ്റ് ടെൻഷന് നമുക്കറിയാം ഡെൽറ്റ × ES × L. സ്ലിപ്പ് ഡെൽറ്റ 1 mm ആണെന്ന് കൊടുത്തിട്ടുണ്ട്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 × ES മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് സ്റ്റീലും ലെങ്ത് ഓഫ് ദ കേബിളും mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ലോസ് പ്രീ ടെൻഷന് ഈ കോളത്തിലുള്ള എല്ലാം ആഡ് ചെയ്യുക, പോസ്റ്റ് ടെൻഷനിൽ ഈ കോളത്തിലുള്ള എല്ലാം ആഡ് ചെയ്യുക. പെർസെൻറ്റേജ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ലോസ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ സ്ട്രെസ് × 100. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. പ്രീ ടെൻഷനും പോസ്റ്റ് ടെൻഷനും രണ്ടിനും കണ്ടുപിടിക്കുക. പ്രീ ടെൻഷൻ മെമ്പേഴ്സിന് ഇത് 22.39, പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിന് 19.62. Okay, so I hope this is clear. I will stop here. If you have any doubts, feel free to ask me. Thank you.